ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മിമ്മീസ് കേക്ക് അവേ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. 4 ടയേഴ്സ് വരുന്ന ഈ ഒരു സൂപ്പർ ഹീറോ കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ഡമ്മി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അല്ലേ. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും തെർമോക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴത്തെ 2 ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തെർമോക്കോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെ വരുന്ന 2 ടയർ 6 ഇഞ്ചിൻ്റെയും 4 ഇഞ്ചിൻ്റെയും കേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തെർമോക്കോൾ ബേസ് നമുക്ക് ക്ലിങ് ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്തിട്ടെടുക്കാം. ഈ തെർമോക്കോൾ ബേസ് റാപ്പ് ചെയ്തതിന് ശേഷം സെയിം സൈസ് വരുന്ന കേക്ക് ബോർഡ് എടുക്കാം. എന്നിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈസിൽ വരുന്ന തെർമോക്കോളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം സൈസ് വരുന്ന ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ഇഞ്ചിൻ്റെ ഡ്രം ബേസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് ഡബിൾ സൈഡ് ടൈപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 10 ഇഞ്ചിൻ്റെ തെർമോക്കോൾ ബേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലോവർ ബേസ് എന്തായാലും ഈ ഒരു ബോർഡിലേക്ക് സ്റ്റിക്കായി എന്ന് ഉറപ്പ് വരുത്തുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെയാണ് നമ്മൾ കേക്കൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കേണ്ടത്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബോട്ടം ലെയറിൽ ക്യാപ്റ്റൻ അമേരിക്ക തീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് തീമാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ദിവസം മുന്നേ തന്നെ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ക്രീമൊക്കെ നല്ലോണം തണുത്ത് സെറ്റായാലും മാത്രമേ നമുക്ക് കേക്ക് ഇതിൻ്റെ മേലെ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഊരിപ്പോവാതിരിക്കും. അല്ലെങ്കിൽ കേക്ക് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടയർ വരുന്ന തെർമോക്കോളും നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഹൽക്ക് തീമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും നേരത്തെ ചെയ്ത പോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കേക്ക് ബോർഡ് നല്ലോണം വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. തേർഡ് ടയർ ഞാൻ കേക്കാണ് ചെയ്തിട്ടുള്ളത്. ബാറ്റ്മാൻ തീം ആയതുകൊണ്ട് തന്നെ ഗ്രേ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് ടയർ 4 ഇഞ്ച് വരുന്ന കേക്കാണ് ചെയ്തിട്ടുള്ളത്. അത് റെഡ് കളറാണ് ചെയ്തത്, സ്പൈഡർമാൻ തീം ആയതുകൊണ്ട് തന്നെ. അപ്പം അത് ചേരിന് പോകുന്നതുകൊണ്ട് നടുക്കൊരു സ്ട്രോ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. സെറ്റായതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ കേക്ക്സും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഡ്രം ബേസിൽ സെറ്റ് ചെയ്ത കേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ സെക്കൻഡ് ടയർ വരുന്ന തെർമോക്കോൾ സ്റ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ മൂന്നാമത്തെ കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഹാർഡ് സ്ട്രോ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള വുഡൻ ടവൽ താഴത്തോളം എത്തുന്ന രീതിയിൽ, അതായത് കേക്കും തെർമോക്കോളും തമ്മിൽ ജോയിൻ ആകുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ടയർ തെർമോക്കോളും ഒരുമിച്ച് ഫിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 4ാമത്തെ ടയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയൊരു, അതായത് ലെങ്തി ആയിട്ടുള്ള വുഡൻ ടവൽ യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെയുള്ള ലെങ്തി ആയിട്ടുള്ള വുഡൻ ടവൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാ കേക്ക് തമ്മിലുള്ള ഗ്യാപ്പിലും ബോർഡർ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫോണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ഉപയോഗിച്ച് ഡോട്ട്സ് പോലെയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതായത് കേക്കിൻ്റെ തീം അനുസരിച്ചിട്ടുള്ള ഫോണ്ടന്റ് കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ 4 ടയേഴ്സും സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോ കേക്കും അതിൻ്റെതായ തീം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. മേലത്തെ ടയർ സ്പൈഡർമാൻ തീം ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണ് ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ബാക്കി വരുന്ന ലൈൻസൊക്കെ വിപ്പിംഗ് ക്രീമിൽ കളർ ചേർത്ത് കൊടുത്തിട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ബാറ്റ്മാനിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ബ്ലാക്ക് ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട്. അതിനുശേഷം അതിൻ്റെ ലോഗോവും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഹൽക്കിൻ്റെ കൈയാണ്, നല്ല ക്യൂട്ട് കൈയല്ലേ. ഗ്രീൻ കളർ ഫോണ്ടൻ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അവർ തെർമോക്കോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ ബ്രിക്സിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേ കളർ ഫോണ്ടൻ്റ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണ്. അതും വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റത്തെ ടയർ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ലോഗോ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ ഇതുപോലെ ഡമ്മി ഉപയോഗിച്ചിട്ട് കേക്കൊക്കെ ചെയ്താൽ കാണാൻ നല്ല ലുക്കും ആയിരിക്കും. അവർക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ ഇത് തോറിൻ്റെ ഹാമറാണ്. അതും സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മേലെ കുത്തി കൊടുത്തിട്ടുണ്ട്. അവർ ഹാമറും ഫോണ്ടൻ്റ് ഉപയോഗിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 4 ടയർ സൂപ്പർ ഹീറോ കേക്ക് നല്ല അടിപൊളിയിൽ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേക്ക് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് വളവട്ടനാണ് എത്തിക്കേണ്ടത്, കണ്ണൂരിൽ നിന്ന് വളവട്ടണം എത്തിക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനനുസരിച്ചിട്ടുള്ള കേക്കിൻ്റെ ബോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ഹൈറ്റുള്ള ബോക്സ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഡിക്കിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഈ ഒരു തീമിൽ തന്നെ ടീഷർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ അത്. ബർത്ത്ഡേ പ്രസന്റ് അല്ലേ. അപ്പോൾ ബാക്കിൽ ടീഷർട്ടിൻ്റെ ബാക്കിൽ അവെഞ്ചേഴ്സിൻ്റെ ലോഗോ വെച്ചിട്ട് പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, ആലിംന്ന്. പിന്നെ അവന് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസിൻ്റെ ലോഗോസ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു ടീഷർട്ട്. പൊതുവേ പെൺകുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ കേക്ക് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ചെയ്യാറുള്ളൂ. ഇതുപോലെ ആൺകുട്ടികൾക്കും ഇടയ്ക്കൊക്കെ ചെയ്താൽ നല്ല വെറൈറ്റി ആയിരിക്കും, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ടീഷർട്ട് കിട്ടിയതിന് ശേഷം സൂപ്പർ ഹീറോസിനെ പറ്റിയിട്ടുള്ള വലിയ ചർച്ച തന്നെ നടന്നു അവിടുന്ന്. അപ്പോൾ എന്തായാലും കുട്ടി വളരെ ഹാപ്പിയായി. കേക്കിൻ്റെ സെയിം കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.